നോക്കൂ ശ്രീ എച്ച് സലാം, ഇപ്പോൾ മുഖ്യമന്ത്രി ആലപ്പുഴ സമ്മേളനത്തിലാണല്ലോ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലനായത്. ഈ സ്ത്രീകൾ എവിടെ അപമാനിക്കപ്പെട്ടാലും അവിടെ സർക്കാരുണ്ട് തുണ എന്നുള്ള ഉറപ്പ് പാർട്ടി സമ്മേളനത്തിൽ നൽകിയതാണല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ ഊന്നേണ്ടതുണ്ട്. പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി കാര്യങ്ങളല്ലേ പറയേണ്ടത്. ഊന്നേണ്ട വിഷയം സ്ത്രീ വിഷയമല്ലല്ലോ, സ്ത്രീ സുരക്ഷയല്ലല്ലോ. അപ്പോൾ അവിടെ സ്ത്രീ സുരക്ഷ എങ്ങനെയാണ് പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്? ആ സമയത്താണ് ഹണി റോസിന് പരാതി വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാകുകയും അതിൽ നല്ല കൃത്യമായ നടപടികളിലേക്ക് സർക്കാരിന് പോകാനാകുകയും ചെയ്തു. അതിനൊക്കെ നമ്മൾ ഇവിടെ സല്യൂട്ട് അടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം എപ്പോൾ ഉന്നയിക്കണം, ആ വിഷയത്തിനാണോ പ്രാധാന്യം എന്നറിയാത്ത ഒരാളല്ല മുഖ്യമന്ത്രി. അപ്പോൾ ഇതുപോലെ പാർട്ടിയിലെ ഒരു സഖാവ്, പാർട്ടിക്കൊപ്പം ഇത്രകാലം പ്രവർത്തിച്ച ഒരു പ്രവർത്തക, ഇപ്പോഴും പാർട്ടി മെമ്പറായിരിക്കുന്ന പ്രവർത്തക, താനിതാ പൊതുജനമധ്യത്തിൽ പാർട്ടി സഖാക്കളാൽ അപമാനിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കാലുമാറ്റം ശരിയാണോ, അത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യമാണോ ആദ്യം ഉയർത്തേണ്ടത്? ആദ്യം ഉയർത്തി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകെ പറഞ്ഞ മുഴുവൻ കാര്യം കേൾക്കൂ. ഒന്ന് റിപ്പീറ്റ് കേട്ടു നോക്ക് സ്മൃതി. ഞാൻ മുഴുവൻ കേട്ട ആളാണ്. വീണ്ടും ഞാൻ കേൾക്കുകയും വീണ്ടും ഞാൻ വായിക്കുകയും ചെയ്ത ആളാണ്. അതിന്റെ അടിസ്ഥാനമായ പ്രശ്നം കൂടി പറഞ്ഞു. ഇപ്പോ സാധാരണ ഒരു സ്ഥലത്തെ ഒരു സ്ത്രീയെ രണ്ടാളുകൾ വന്ന് ആക്രമിച്ചു, അങ്ങനെ മാത്രമായി പറയാപ്പെട്ടൊരു സംഭവം അല്ലല്ലോ. ഇതിന്റെ ഭാഗമായിട്ടുണ്ടായാണോ? അല്ല. ഇവിടെ അഡ്വാൻസ് ആയി കോടതിയിലേക്ക് കേസ്, കോടതി ഡയറക്ഷൻ വാങ്ങി. എന്താ ഡയറക്ഷൻ? അവിശ്വാസം ചർച്ചക്കെടുക്കുന്ന ദിവസം ക്രമസമാധാനം പാലിക്കപ്പെടണം. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാ? ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാണോ? അല്ലല്ലോ. അവിശ്വാസ പ്രമേയമാണ് ഗൗരവമായ അവിടെ ഉണ്ടായിരുന്ന കാര്യം. തുടർന്നുണ്ടായ സംഭവവികാസ സംഘർഷ സന്ദർഭത്തിൽ ഉണ്ടായ കാര്യമാണ്. ബാക്കിയല്ല. അതൊന്നും വില കുറച്ച് കാണുകയോ കേസിന്റെ ഗ്രാവിറ്റി കുറിച്ച് പറയുകയോ ഒന്നുമല്ല. ശ്രീ എച്ച് സലാം, പോലീസ് എന്ത് ചെയ്തു? അതാ ആ കേസിനെ പോലീസ് നടപടി സ്വീകരിച്ചില്ലേ? അവിടെ 5 കേസുണ്ടായി. പിന്നെ സ്മൃതി, 5 കേസുണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തില് 5 കേസുണ്ടായി. ഞാൻ ഈ പറഞ്ഞ കോടതി ഡയറക്ഷനില്ലേ, ക്രമസമാധാനം പാലിക്കണം. അതിനുശേഷം UDFന്റെ ഇവിടെ ശ്രീമതി കലാരാജു പറഞ്ഞല്ലോ, നിലപാട് എന്ത് രാഷ്ട്രീയ നിലപാട് എടുക്കട്ടെ, അവരൊന്നും UDFന്റെ ഭാഗമായി പോകണമെന്നും ആഗ്രഹിക്കുന്ന ആളൊന്നുമില്ല ഞങ്ങളാരും. അവർ LDFന്റെ ഭാഗമായി വിജയിച്ചു, CPMന്റെ ഭാഗമാണ്. CPMന്റെ ഭാഗമായിട്ട് നിന്നു പോവുക എന്ന നിലപാട് തന്നെ ഞങ്ങൾക്കുള്ളത്. പക്ഷേ ആ കലാരാജുവിന് വേണ്ടി ഹൈക്കോടതി റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആരാ ചെയ്തത്? UDFന്റെ ഒരു കൌൺസിലർ. 18-ാം തീയതി അവിശ്വാസ പ്രമേയ ചർച്ച. അതിനെ തുടർന്ന് വീണ്ടും രണ്ടാമതൊരു കേസ് കൊടുക്കുന്നു. കോടതി എന്താ തീർപ്പാക്കി? എന്താണ്? ആ ക്രമസമാധാനം പാലിക്കണം, ഉത്തരവ് ലംഘിക്കപ്പെടുന്ന ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ആരാ പറഞ്ഞു? മുഖ്യമന്ത്രി പറഞ്ഞാണോ? ഈ കലാരാജുവിന്റെ പേരിൽ ഹൈക്കോടതി റിട്ട് സമർപ്പിച്ച UDFന്റെ കൌൺസിലറുടെ ആ റിട്ട് പരിശോധിച്ചുകൊണ്ട് കോടതിയുടെ നിരീക്ഷണമാണിത്. അതിന് മുൻപേ കൊടുത്ത ഡയറക്ഷൻ ലംഘിക്കപ്പെട്ടിട്ടില്ല. അവിടെ പോലീസ് എന്ന നിരീക്ഷണം ഹൈക്കോടതി നടത്തി. എങ്ങനെയാ? നമുക്ക് പുതിയ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീ എച്ച് സലാം, അവിടെ ഡിവൈഎസ്പിക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് അല്ലെ? ഡിവൈഎസ്പി അവിടെ ഒത്താശ ചെയ്യുകയായിരുന്നു. കലാരാജുവിനെ അപമാനിച്ച് വാഹനത്തിലേക്ക് തള്ളിക്കയറ്റുമ്പോൾ ആ വാഹനത്തിന് പോകാൻ വഴിയൊരുക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വായിക്കാം. ബ്രേക്കിംഗ് വാർത്ത. കൂത്താട്ടുകുളം കേസിലെ 1-ാം പ്രതി PB രതീഷ് അടക്കമുള്ളവർ ഇപ്പോൾ കൂത്താട്ടുകുളത്ത് CPM വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കുകയാണ് കേട്ടോ. CN മോഹനുമുണ്ട്. അപ്പോൾ ആ വിശദീകരണ യോഗം എന്നുള്ളത് കലാരാജുവിനെതിരായ വിശദീകരണ യോഗമാണ്. കലാരാജു പാർട്ടി വിരുദ്ധമായി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് വിശദീകരിക്കാനുള്ള യോഗമാണ്. ഇനി താങ്കൾക്ക് പറയാം. ഇതിനകത്ത് ഞാൻ ഹൈക്കോടതിയുടെ ആ ഡയറക്ഷനാണ് വായിക്കുന്നത്. അത് ഇദ്ദേഹം UDFന്റെ കൌൺസിൽ കൊടുത്ത റിട്ട് പെറ്റീഷൻ ക്ലോസ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഡയറക്ഷനാണ് ഈ പറഞ്ഞത്. നിങ്ങൾ സൂം ചെയ്ത് കാണിക്കൂ. ഇത് കാണിക്കൂ, സൂം ചെയ്ത് കാണിക്കൂ. അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഹൈക്കോടതി അല്ല, അങ്ങനെ കാണില്ല. സംഭവത്തിന് ശേഷം അല്ലല്ല, ഹൈക്കോടതി ഉത്തരവ് എന്ന് പറയുന്നത് അല്ലല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണിക്കൂ. അല്ലല്ല, അതുകൊണ്ടല്ല. ഇത് സൂം ചെയ്ത് കാണിക്കാൻ എന്താ പ്രയാസം? അല്ലല്ല, താങ്കൾ അവിടെ നിൽക്കുന്നിടത്തുനിന്ന് സൂം ചെയ്ത് കാണിച്ചാൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ലെന്നേ. കാണിക്കില്ല, അതാണ് പ്രശ്നം. താങ്കളുടെ പോയിന്റ് എന്താണ്? താങ്കളുടെ പോയിന്റ് കലാരാജു ആക്രമിക്കപ്പെട്ടില്ല എന്നതാണോ താങ്കളുടെ പോയിന്റ്? താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയാത്തത് എന്റെ സ്മൃതി. ഞാൻ ഇതാ നേരത്തെ CMനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 18-ാം തീയതിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ റിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ടാകുന്നത് ജനുവരി മാസം 20-ാം തീയതിയാണ്, സെക്കൻഡ് ഡേയിൽ. ആ സെക്കൻഡ് ഡേയിൽ പറയുന്നത് എന്താണ്? ക്രമസമാധാനം പാലിക്കണം എന്ന ഉത്തരവ് ലംഘിക്കപ്പെടുന്ന ഒന്നും ഉണ്ടായില്ല എന്നാണ്. എവിടെ ഈ സംഭവ സ്ഥലത്ത് ആര് പറഞ്ഞതാണ്?
പിണറായി വിജയൻ പറഞ്ഞതല്ല, കേരള പോലീസ് പറഞ്ഞതല്ല, ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് മാർക്കറ്റിലുള്ളത്? ആവശ്യമായ വാർത്തയിലേക്ക് ചമച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്കാണ് കൂടുതൽ സമയം വഹിക്കുക, നിങ്ങൾക്കാണ് ആദ്യം വഹിക്കുക, നിങ്ങൾക്കാണ് അവസാനം വഹിക്കുന്നുള്ളതുകൊണ്ട് അതൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഒരു ഹൈക്കോടതി മുമ്പാകെ കലാരാജു പറഞ്ഞില്ലേ, എനിക്ക് വേറെ എങ്ങും പോകാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നത്, അവിശ്വാസ പ്രമേയ ചർച്ച എന്തിനാണ്? MLA അവിടെ നേരത്തെ സാന്നിധ്യം എന്തിനാണ്? ഇത്ര UDF വരെ വരേണ്ട കാര്യം എന്താണ്? കലാരാജു പ്രശ്നമില്ലെങ്കിൽ കലാരാജുവിന് വേണ്ടി എന്തിനാണ് UDFന്റെ കൗൺസിൽ എന്തിനാ ഹൈക്കോടതി റിട്ടുമായി എന്തിനാണ്? ഈ പ്രശ്നമാണ് അടിസ്ഥാന പ്രശ്നമല്ല. ഞാൻ പറയുന്നത്, അവിടെ നിങ്ങൾ കഥമനയുകയും പറയുകയും ചെയ്യുന്ന പോലെ അല്ല സംഭവം എന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതി പ്രൂവ് ചെയ്യാമായിരുന്നില്ലേ? സെക്കൻഡ് ഡേയിൽ ഹൈക്കോടതി പറയുമായിരുന്നില്ലേ? ക്രമസമാധാനം പാലിക്കണമെന്ന ഉത്തരവ് കേരള പോലീസ് ലംഘിച്ചിരിക്കുന്നു, ഗവൺമെന്റ് ലംഘിച്ചു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ സ്മൃതി? Debate with Smriti Parathikkad.